ഇന്നത്തെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ദൈവത്തിൻ്റെ രക്ഷാ പദ്ധതി കാലാകാലങ്ങളിൽ എന്നുള്ളതാണല്ലോ നമ്മുടെ ചർച്ചാ വിഷയം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തത് കൃപാകാല രക്ഷയെ പറ്റിയാണ്. അപ്പോൾ ബ്രദർ പറഞ്ഞത് ഈ കൃപാകാലത്തിലെ രക്ഷ വിശ്വസിക്കുന്ന ഏവർക്കും സൗജന്യമായ രക്ഷ എന്നും ഉൾപ്രാവണത്തോടു കൂടി ഈ കൃപായുഗം അവസാനിക്കും എന്നുമാണല്ലോ. അപ്പോൾ ചില ചോദ്യങ്ങൾ എനിക്ക് ബ്രദറിനോട് ചോദിക്കാനുള്ളത്, ഇത് കഴിഞ്ഞാൽ പിന്നെ ഈ കാലഘട്ടം കഴിഞ്ഞാൽ പിന്നെ ദൈവം എങ്ങനെയാണ് ലോകത്തോട് ഇടപെടുന്നത്? വളരെ നല്ല ചോദ്യമാണ് സാറ് ചോദിച്ചത്. നമ്മുടെ രക്ഷാപദ്ധതി കാലാകാലങ്ങളിൽ എന്നുള്ളതായിരിക്കുന്ന ഈ വിഷയത്തിലെ മഹാപീഡനകാല രക്ഷ എന്നുള്ളതായിരിക്കുന്ന ഒരു വിഷയമാണ് ഞാനും ഡോക്ടർ ചെറിയാൻ സാറും കൂടെ ഇന്ന് ചർച്ചയ്ക്കായിട്ട് എടുത്തിരിക്കുന്നത്. ഒരുപക്ഷെ ഈ വീഡിയോ ഒന്നുകിൽ അല്പം ദൈർഘ്യം കൂടും, അതല്ലെങ്കിൽ ഇത് രണ്ട് വീഡിയോകളായിട്ട് ഞങ്ങൾക്ക് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. ക്ഷമയോടെ കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ വിഷയത്തെക്കുറിച്ച് ദൈവം തൻ്റെ ആത്മാവിൽ ജ്ഞാനം പകരും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ സാറിപ്പോൾ എന്നോട് ചോദിച്ചായിരിക്കുന്ന ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഈ കാലഘട്ടം കഴിഞ്ഞ്, അതായത് ഈ കൃപായുഗ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം ദൈവം ലോകത്തെ രക്ഷിക്കുന്നത്, ലോകത്തിന്റെ രക്ഷാ പദ്ധതി എന്താണ് എന്നുള്ളതായിരിക്കുന്നതാണ്. നമുക്ക് തിരുവഴുത്തിൽ പരിശോധിക്കുമ്പോൾ അറിയാമല്ലോ, ഉൽപ്രാവണത്തോടുകൂടെ കൃപായുഗം അവസാനിക്കും. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. ഇങ്ങനെ ഇസ്രായേൽ മുഴുവൻ രക്ഷിക്കപ്പെടും എന്ന് തിരുവഴുത്തിൽ റോമാലേഖനം 3:25 നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ജാതികളുടെ പൂർണ്ണസംഖ്യ തികയുന്ന കാലഘട്ടം ആണ് കൃപായുഗം. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ദൈവം ഇസ്രായേലിനോട് ഇടപെടും. നിർത്തിവെച്ചിരിക്കുന്ന ഇസ്രായേൽ എന്നുള്ളതായിരിക്കുന്ന പ്രോഗ്രാം വീണ്ടും പുനരാരംഭിക്കും എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാനായിട്ട് പറ്റുന്ന കാര്യമാണ്. അപ്പോൾ ഈ ഇസ്രായേലിനോട് ദൈവം ഇനിയും വീണ്ടും ഇടപെടുമ്പോൾ അതെങ്ങനെയായിരിക്കും എന്നുള്ളതായിരിക്കുന്ന ഒരു ചോദ്യം സാധാരണ അതിനകത്ത് വരാറുണ്ട്. പണ്ട് ഇസ്രായേലിനോട് ഇടപെട്ടതുപോലെയാണോ? കർത്താവായി യേശു ക്രിസ്തു ഭൂമിയിലായിരുന്ന 3.5 വർഷക്കാലം ഇസ്രായേലിനോട് ഇടപെട്ടതുപോലെയാണോ എന്നൊക്കെ ഉള്ളതായിരിക്കുന്ന ഒരു ചോദ്യം. അല്ലെങ്കിൽ 12 അപ്പോസ്തലന്മാർ ശിഷ്യന്മാരുടെ ഇടയിൽ പ്രവർത്തിച്ചിരുന്ന ആ കാലഘട്ടത്തിലെ പോലെയാണോ എന്നുള്ളൊരു ചോദ്യം. എന്നാൽ അല്ല, അങ്ങനെയല്ല ഇനി കർത്താവ് ഇടപെടാനായിട്ട് പോകുന്നത്. ഇസ്രായേലിനോട് ഇനി കർത്താവ് ഇടപെടുമ്പോൾ ഇനി ഇടപെടുന്നതായിരിക്കുന്ന കാര്യം ദാനിയേൽ പ്രവചനം അതിന്റെ 9-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിൽ വായിക്കുന്നത് പോലെ അവർക്ക് ഒരു 7 വർഷത്തെ പീരീഡ്, അതിനെ ബൈബിൾ വ്യാഖ്യാതാക്കൾ സാധാരണ മഹാപീഡന കാലഘട്ടം എന്നാണ് പറയുന്നത്. ആ ഒരു ഇടപെടലോട് കൂടിയാണ് ഇനി യഹൂദനോട് ഇടപെടുക എന്ന് പറഞ്ഞാൽ ഒരു മഹാപീഡന കാലഘട്ടം 7 വർഷം. അതാണ് യാക്കോബിന്റെ കഷ്ടകാലം. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം 24-ാം വാക്യം. അതിക്രമത്തെ തടസ്സം ചെയ്ത് പാപങ്ങളെ മുദ്രയിടുവാനും അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്ത് നിത്യനീതി വരുത്തുവാനും ദർശനവും പ്രവചനവും മുദ്രയിടുവാനും അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുവാനും തക്കവണ്ണം നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. അപ്പൊ ഇവിടെ ഒരു 70 ആഴ്ചവട്ടം നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനുമാണ്. ഇത് ലോകത്തിന് മൊത്തത്തിലുള്ള ഒരു കാലഘട്ടമല്ല. നിന്റെ ജനം എന്ന് പറഞ്ഞാൽ ദാനിയേലിന്റെ ജനം, ഇസ്രായേൽ. വിശുദ്ധ നഗരം എന്ന് പറഞ്ഞാൽ യെരുശലേം പട്ടണം. ഇതിന് ഒരു 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു എന്ന് നമ്മളവിടെ വായിക്കുകയാണ്. എന്നിട്ട് അതിന്റെ താഴേക്കുള്ള വാക്യങ്ങൾ വായിക്കുകയാണ്. അതുകൊണ്ട് നീ അറിഞ്ഞ് ഗ്രഹിച്ചു കൊള്ളേണ്ടതെന്നാൽ യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷിക്തനായ ഒരു പ്രഭു വരെ 7 ആഴ്ചവട്ടം, 62 ആഴ്ചവട്ടം കൊണ്ട് അതിനെ വീതിയും കിടങ്ങുമായി കഷ്ടകാലങ്ങളിൽ തന്നെ വീണ്ടും പണിയും. 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷിക്തൻ ഛേദിക്കപ്പെടും, അവൻ ആരും ഇല്ലെന്ന് വരും. അപ്പൊ ഇവിടെ ഒരു 7 ആഴ്ചവട്ടത്തെയും ഒരു 62 ആഴ്ചവട്ടത്തെയും കൂട്ടിക്കൊണ്ട് ഒരു 69 ആഴ്ചവട്ടത്തിന്റെ കണക്കാണ് പറയുന്നത്. ഒരാഴ്ചവട്ടം എന്ന് പറഞ്ഞാൽ 7 വർഷമാണ്. അപ്പോൾ അങ്ങനെ 7 വർഷങ്ങൾ അടങ്ങി 69 ആഴ്ചവട്ടം കൊണ്ട് കോരശ് രാജാവ് ബാബിലോൺ പ്രവാസത്തിലിരിക്കുന്ന ഇസ്രായേൽ ജനത്തിന് രാജ്യം വീണ്ടും നിങ്ങൾ യെരുശലേമിലേക്ക് തിരിച്ചു പോയിക്കൊള്ളുക, നിങ്ങളുടെ രാജ്യം യഥാസ്ഥാനത്താക്കിക്കൊള്ളുക, പണിതുകൊള്ളുക, ദേവാലയം പണിതുകൊള്ളുക എന്ന കൽപ്പന കോരശ് രാജാവ് കൊടുക്കുന്ന അന്ന് മുതൽ ഈ അഭിഷിക്തനായിരിക്കുന്ന ഇസ്രായേലിന്റെ അഭിഷിക്തനായി വരുന്നതായിരിക്കുന്ന മശീഹ ഛേദിക്കപ്പെടുന്നവരായിരിക്കുന്ന കാലഘട്ടത്തെ ഒരു 7 + ഒരു 62 69 ആഴ്ചവട്ടമായി
വേർതിരിച്ചു. ഉം. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, അവിടെ പറഞ്ഞത് 62 ആഴ്ച വട്ടം കൊണ്ട് അതിനെ വീതിയും കിടങ്ങുമായി കഷ്ടകാലങ്ങളിൽ തന്നെ വീണ്ടും പണിയും. 62 ആഴ്ച വട്ടം കഴിഞ്ഞിട്ട് അഭിഷിക്തൻ ഛേദിക്കപ്പെടും, അവൻ ആരും ഇല്ലെന്ന് വരും. പിന്നെ വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. അവന്റെ അവസാനം ഒരു പ്രളയത്തോടെ ആയിരിക്കും. അവസാനത്തോളം യുദ്ധമുണ്ടാകും. ശൂന്യങ്ങളും നിയമിക്കപ്പെട്ടിരിക്കുന്നു. അവൻ ഒരാഴ്ച വട്ടത്തേക്ക്, അപ്പൊ അവസാനത്തെ 70ാമത്തെ ആഴ്ചവട്ടോട് പറയുകയാണ്. 69 ആഴ്ചവട്ടം, മൊത്തം 70 ആഴ്ചവട്ടം, അതിൽ 69 ആഴ്ചവട്ടം കൊണ്ട് അഭിഷിക്തം ഛേദിക്കപ്പെടും. ബാക്കി ഒരാഴ്ചവട്ടോട് വ്യക്തമാക്കുകയാണ്, അവൻ ഒരാഴ്ചവട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും. ആഴ്ചവട്ടത്തിന്റെ മധ്യേ അവൻ ഹന്യാവും ഭോജനയാവും നിർത്തലാക്കി കളയും. മ്ലേച്ഛതകളുടെ ചിറകിന്മേൽ ശൂന്യമാക്കുന്നവൻ വരും. നിർണയിക്കപ്പെട്ടിരിക്കുന്ന സമാപ്തിയോളം ശൂന്യമാക്കുന്നവന്റെ മേൽ കോപം ചൊരിയും. അപ്പൊ ഇവിടെ കർത്താവായി യേശുക്രിസ്തു എന്ന മശിഹ, ഇസ്രായേലിന്റെ മശിഹ, കൊരശ് രാജാവ് കൽപ്പന പുറപ്പെടുവിച്ച കാലം മുതൽ 69 ആഴ്ചവട്ടങ്ങൾ, 7 വർഷങ്ങൾ അടങ്ങുന്ന ആ 69 ആഴ്ചവട്ടങ്ങളുടെ പൂർണ്ണതയിൽ കർത്താവായി യേശുക്രിസ്തു ഛേദിക്കപ്പെട്ടു. 69 × 7 ആ കാലഘട്ടത്തിൽ ഛേദിക്കപ്പെട്ടതിന് ശേഷം നമ്മൾ അറിയുന്നത് പോലെ തന്നെ, കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ, കർത്താവായി യേശുക്രിസ്തു അവരുടെ ഇടയിൽ അപ്പോസ്തലന്മാരെ അയക്കുകയും സുവിശേഷം പറയുകയൊക്കെ ചെയ്തെങ്കിലും യഹൂദന്മാരുടെ പ്രമാണിമാരാകട്ടെ, മതപുരോഹിതന്മാരാകട്ടെ, ശാസ്ത്രിമാരാകട്ടെ, അങ്ങനെ ശ്രേഷ്ഠന്മാരായിരിക്കുന്ന ആരും കർത്താവിനെയോ 12 അപ്പോസ്തലന്മാരെയോ അംഗീകരിക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ദൈവം അവരുടെ പ്രോഗ്രാം താൽക്കാലികമായി നിർത്തിവെച്ചതിന് ശേഷമാണ് ദമസ്കോസിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരുന്ന പൗലോസിനെ നട്ടുച്ചയ്ക്ക് സൂര്യനെ വെല്ലുന്ന വെളിച്ചത്തോടുകൂടെ കർത്താവായി യേശുക്രിസ്തു പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പൗലോസിനെ വിളിക്കുന്നത്. ഈ പൗലോസിനെ വിളിച്ച കാലം മുതലാണ് വിശ്വസിക്കുന്ന ഏവർക്കും സൗജന്യമായിരിക്കുന്ന രക്ഷ എന്ന ദൈവിക പദ്ധതി ഓപ്പൺ ആകുന്നത്. അത് യഹൂദനായാലും ശരി, ജാതീയനായാലും ശരി. ആ കാലഘട്ടമാണ് ഇന്ന് നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ കാലഘട്ടത്തെ ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത് കൃപായുഗം, കൃപയുടെ കാലഘട്ടം എന്നാണ് ആ കാലഘട്ടത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കാലഘട്ടത്തിലെ രക്ഷ എന്ന് പറയുന്നതാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത്. ഒരു പ്രവൃത്തിയും വേണ്ട, കൃപയാൽ ദൈവത്തിന്റെ സൗജന്യമായിരിക്കുന്ന രക്ഷ വിശ്വാസത്താൽ സ്വന്തമാക്കുക. ഇതിനൊരു പ്രവൃത്തിയും ആവശ്യമില്ല. അതാണ് ഈ കാലഘട്ടത്തിലെ രക്ഷ. എന്നാൽ ഈ കാലഘട്ടം ജാതികളുടെ പൂർണ്ണസംഖ്യ ചേർന്നോടെ അവസാനിച്ചു കഴിഞ്ഞാൽ അതിന്റെ അടുത്ത് എന്താണെന്നുള്ളതാണ് നമ്മുടെ സാർ ഇപ്പൊ ചോദിച്ച ചോദ്യം. അപ്പൊ ആ ചോദ്യത്തിലാണ് അടുത്ത ദൈവത്തിന്റെ രക്ഷാപദ്ധതി മഹാപീഡനകാല രക്ഷയാണ്. അപ്പൊ ഈ മഹാപീഡനകാല രക്ഷയിൽ സാറ് ചോദിച്ചില്ലെങ്കിൽ ഞാൻ അഡ്വാൻസ് ആയിട്ട് പറയാം, അവിടെ രക്ഷപ്പെടുന്നവരായിരിക്കുന്നവരുടെ കൂട്ടം എന്ന് പറയുന്നത് യഹൂദന്മാരാണ്. അത് യഹൂദന് നിയമിച്ചിരിക്കുന്നതാണ് 70ാമത്തെ ആഴ്ചവട്ടം. അവിടെ ജാതികൾ വല്ലവരും രക്ഷിക്കപ്പെടുമോ എന്ന് ചോദിച്ചാൽ എന്റെ അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നത് വളരെ സ്ലിം ആയിരിക്കും. അപൂർവം ചില യഹൂദ മതാനുസാരികളായി തീരുന്ന ജാതികൾ ഉണ്ടാകില്ല എന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും അത് വളരെ സ്ലിം ആയിരിക്കും. വളരെ ചെറിയ തോതിലുള്ളായിരിക്കുന്ന ഒരു രക്ഷ മാത്രമേ ജാതികൾക്കുള്ളൂ. യഹൂദന്മാരെ യഥാസ്ഥാനപ്പെടുന്നതായിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതാണല്ലോ നിന്റെ ജനത്തിനും വിശുദ്ധ നഗരം. അതാണ് ആ 70ാമത്തെ ആഴ്ചവട്ടം എന്ന് പറയുന്നത് അതാണ് എന്ന് കാണാനായിട്ട് പറ്റും. അപ്പൊ ഈ കാലഘട്ടത്തെ കുറിച്ച് ബൈബിൾ പറയുന്നത് അത് മഹാപീഡന കാലഘട്ടം എന്നാണ്. എന്തുകൊണ്ടാണ് ദൈവം ഇസ്രായേൽ ജനത്തിന് ഇങ്ങനെ ഒരു മഹാപീഡന കാലഘട്ടം ഒരുക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഈ പദ്ധതി ഈ പറയുന്നതായിരിക്കുന്ന 7 വർഷം കൂടെ കഴിഞ്ഞാൽ സംഭവിക്കേണ്ടത് എന്താ? അടുത്തത് സംഭവിക്കേണ്ടത് അവരുടെ മശിഹ രാജാവായി ഭൂമിയിലേക്ക് വരികയും അവരെയും കൊണ്ട്, അഥവാ യഹൂദന്മാരിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെട്ടവരായിരിക്കുന്നവരെയും കൊണ്ട് ദൈവത്തിന്റെ 1000 ആണ്ട് വാഴ്ച ആരംഭിക്കുകയും ചെയ്യുകയാണ് വേണ്ടത്. 1000 ആണ്ട് വാഴ്ചയിലേക്ക് അവരെ പ്രവേശിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ്. അപ്പൊ ബ്രദർ പറഞ്ഞു വരുന്നത് ഈ യഹൂദന്മാരെ ശുദ്ധീകരിക്കാനുള്ള ഒരു പീരീഡാണ്. അതാണ് അതിന്റെ സത്യം. അതായത് അപ്പോ ഇന്ന് കാണുന്ന എന്താ പറയുന്ന സാവൻ ഭാഷയിൽ പറഞ്ഞാൽ കണ്ട അണ്ടനും മടകോടനും എല്ലാം അങ്ങനെ കർത്താവിന്റെ കൂടെ വാഴാനൊന്നും പറ്റില്ല. യഹൂദനാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവരിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെട്ട തനി തങ്കത്തെ മാത്രം പുറത്തെടുത്ത് അവരെയും കൊണ്ടാണ് കർത്താവിന് 1000 ആണ്ട് വാഴാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ ഒരു ശുദ്ധീകരണ പ്രക്രിയ അവരിൽ നടത്തണം. ഇപ്പൊ സാധാരണ
തനി തങ്കം ഉലയിൽ ചുട്ട് പഴുപ്പിച്ച് അതിന്റെ കീടം തീരെ ഉരുക്കി കളഞ്ഞ് തനി തങ്കത്തെ പുറത്തെടുക്കുമ്പോൾ തട്ടാനൊരു നല്ല ഉരുപ്പിടി കിട്ടും എന്ന് പറഞ്ഞതുപോലെ ഈ 7 വർഷത്തെ മഹാപീഡനത്തിലൂടെ കർത്താവ് യഹൂദന്മാരുടെ കേടായത് മുഴുവൻ ഛേദിച്ച് കളഞ്ഞ് നശിപ്പിച്ച് കളഞ്ഞ് അവരിലെ നല്ല അംശത്തെ തെരഞ്ഞെടുത്തുകൊണ്ടാണ് 1000 ആണ്ടിലേക്ക് പ്രവേശിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് സാത്താനെ ഈ മഹാപീഡന കാലഘട്ടത്തിന് വേണ്ടി ദൈവം അനുവദിക്കുന്നത് എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. അതുകൊണ്ടാണ് അതിനെ മഹാപീഡന കാലഘട്ടം എന്ന് പറയുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. അത് അതിന്റെ ചില കാര്യങ്ങൾ കൂടെ ഞാനൊന്ന് പറയാം. അതിനെക്കുറിച്ച് ബൈബിളിൽ പറയുന്നത് അത് യാക്കോബിന്റെ കഷ്ടകാലം എന്നാണ്. ഇപ്പൊ സാധാരണ ആൾക്കാർ ചോദിക്കാറുണ്ട് മഹാപീഡന കാലഘട്ടം എന്ന് പറയുന്നത് സർവ്വലോകത്തിലും വരികയില്ലെന്ന്. ഞാൻ വിശ്വസിക്കുന്നു സർവ്വലോകത്തിലും വരും. കാരണം ഈ കാലഘട്ടത്തിലെ നമുക്കറിയാമല്ലോ ഒരു ദുരിതം, ഒരു പ്രയാസം അല്ലെങ്കിൽ ഒരു യുദ്ധം എവിടെ നേരിട്ടാലും അത് ലോകത്ത് മുഴുവൻ ബാധിക്കുന്നു. അപ്പൊ ആ വിധത്തിൽ അത് സർവ്വലോകത്തിനും വരും. എന്നാൽ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രത്യേക ശുദ്ധീകരണ കാലഘട്ടമാണ് ഈ മഹാപീഡന കാലഘട്ടം എന്ന് നമുക്ക് പറയാതിരിക്കാനായിട്ട് പറ്റുകയില്ല. നമ്മള് യിരെമ്യാവിന്റെ പുസ്തകം ഇരമ്യാവിന്റെ പുസ്തകം അതിനകത്ത് 30-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ അതിനെക്കുറിച്ച് വായിക്കുന്നത് ഇങ്ങനെയാണ്. ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം. 30-ാം അധ്യായം അതിന്റെ 7-ാം വാക്യത്തിൽ വായിക്കുകയാണ്. ആ നാൾ പോലെ വേറെ ഇല്ലാതെ വണ്ണം അത് വലുതായിരിക്കുന്നു. കഷ്ടം അത് യാക്കോബിന് കഷ്ടകാലം തന്നെ, എങ്കിലും അവൻ അതിൽ നിന്ന് രക്ഷിക്കപ്പെടും. അത് യാക്കോബിന്റെ കഷ്ടകാലം എന്നാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത് ഈ മഹാപീഡന കാലത്തെ. എന്നാൽ അതിന്റെ അതിന്റെ പരിണിത ഫലങ്ങൾ, അതിന്റെ പ്രയാസങ്ങള് ഇന്ത്യ അടക്കമുള്ള എല്ലാ രാജ്യങ്ങളും അനുഭവിച്ചേ പറ്റൂ എന്നുള്ളതിൽ യാതൊരു വിധമായിരിക്കുന്ന സംശയവുമില്ല എന്ന് കാണാനായിട്ട് പറ്റും. ഇതിനെക്കുറിച്ച് പിന്നെയും നമ്മൾ വായിക്കുന്നത് ദാനിയേലിന്റെ പുസ്തകം തന്നെ 12-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്. 12-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തില് ആ കാലത്ത് നിന്റെ സ്വജാതിക്കാർക്ക് തുണ നിൽക്കുന്ന മഹാപ്രഭുവായ മീകായേൽ എഴുന്നേൽക്കും. എന്നിട്ട് പറയാണ്, ഒരു ജാതി ഉണ്ടായത് മുതൽ ഈ കാലം വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടകാലം ഉണ്ടാകും. അന്ന് നിന്റെ ജനം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ, നിന്റെ ജനം പുസ്തകത്തിൽ എഴുതി കാണുന്ന ഏവനും തന്നെ രക്ഷ പ്രാപിക്കും. നോക്കിയാൽ ഒരു ജാതി ഉണ്ടായത് മുതൽ, ഒരു ജാതി എന്നൊക്കെ ഇവിടെ പറയുന്ന യഹൂദന്മാരെ കുറിച്ചാണ്. യഹൂദൻ എന്ന ഒരു ജാതി ലോകത്ത് ഉത്ഭവിച്ചതിന് ശേഷം ഇന്ന് വരെ ആ ജനത ഒരുപാട് കഷ്ടങ്ങളിലൂടെ കടന്നുപോയവരാണ്. നമുക്കറിയാമല്ലോ, ഇത്രമാത്രം യുദ്ധങ്ങൾ നേരിട്ടായിരിക്കുന്ന ഒരു ജനത ലോകത്തുണ്ടായിട്ടില്ല. 1000-ൽ മേലെ യുദ്ധങ്ങൾ നേരിട്ട ജനത എന്ന് പറയപ്പെടുന്നത്. എന്നാൽ ഇന്ന് വരെയും അവർ ഹിറ്റ്ലറിന്റെ കാലത്ത് 2-ാം ലോക മഹായുദ്ധത്തിൽ അനുഭവിച്ചതിനേക്കാൾ വലിയ ഒരു മഹാകഷ്ടകാലമാണ് അന്നുണ്ടാകുന്നത് എന്നിവിടെ വ്യക്തമായിട്ട് പറയാണ്. ഒരു പുസ്തകം എന്ന് പറഞ്ഞത് ഈ പുസ്തകത്തിൽ ഈ പുസ്തകം ആ കാലത്ത് നിന്റെ സ്വജാതിക്കാർക്ക് തുണ നിൽക്കുന്ന മഹാപ്രഭുവായ മീകായേൽ എഴുന്നേൽക്കും. ഒരു ജാതി ഉണ്ടായത് മുതൽ ഈ കാലം വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടകാലം ഉണ്ടാകും. അന്ന് നിന്റെ ജനം പുസ്തകത്തിൽ എഴുതി കാണുന്ന ഏവനും തന്നെ രക്ഷ പ്രാപിക്കും. പുസ്തകത്തിൽ എഴുതി കാണുന്നതെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ രക്ഷാ പുസ്തകം, അതായത് ജീവന്റെ പുസ്തകം. ആ പുസ്തകത്തിൽ ദൈവം ഇസ്രായേലിൽ നിന്ന് എടുക്കപ്പെട്ടവരായിരിക്കുന്നവരുടെ പേരുകൾ എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിയിരിക്കുന്നവർക്ക് മാത്രമേ അതിനെ അതിജീവിച്ചുകൊണ്ട് 1000 ആണ്ടിലേക്ക് കടക്കാനായിട്ട് പറ്റുകയുള്ളൂ എന്നാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. ഞാൻ ആ ചോദ്യത്തിന്റെ ഉത്തരം പൂർത്തിയാക്കാൻ വേണ്ടി ഒരു ഒറ്റ വാക്യം കൂടെ, പുതിയ നിയമത്തിൽ നിന്ന് കർത്താവ് പറഞ്ഞൊരു വാക്യം കൂടെ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. യഹൂദന്റെ സുവിശേഷം 13-ാം അധ്യായം 9 അല്ല കേട്ടോ, 13-ാം അധ്യായം 19-ാം വാക്യം. 19-ാം വാക്യത്തിൽ നമ്മൾ എങ്ങനെയാണ് വായിക്കുന്നത്? ആ നാളുകൾ ദൈവം സൃഷ്ടിച്ച സൃഷ്ടിയുടെ ആരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ കഷ്ടകാലം ആകും. അപ്പോ എത്ര വ്യക്തമാണെന്ന് പറയണം. അതായത് ദൈവം ലോകം സ്ഥാപിച്ച കാലം മുതൽ ലോകത്ത് ഇന്ന് വരെ അങ്ങനെ ഒരു കഷ്ടകാലം ഉണ്ടായിട്ടില്ല. ആ നാളുകൾ ദൈവം സൃഷ്ടിച്ച സൃഷ്ടിയുടെ ആരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ കഷ്ടകാലമാകുമെന്ന് കർത്താവും ആ കാലഘട്ടത്തെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഒരു ഭയങ്കരമായിരിക്കുന്ന പീഡയുടെ കാലഘട്ടം, മഹാപീഡന കാലഘട്ടം ലോകത്തിലേക്ക് വരുവാനായിട്ട് പോകുന്നു എന്നുള്ളതാണ് തിരുവഴുത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഓക്കെ, അപ്പൊ അടുത്തൊരു ചോദ്യം വരുന്നത്, അപ്പൊ ഈ മഹാപീഡന കാലത്തെ ആത്മരക്ഷയിൽ ആ രക്ഷയും ഈ കാലത്തിലുള്ള ആത്മരക്ഷയും
തമ്മിൽ വ്യത്യാസമുണ്ടോ? അതിന്റെ പ്രക്രിയ തമ്മിൽ വ്യത്യാസമുണ്ടോ? തീർച്ചയായിട്ടും അതാണ് നമ്മൾ മുഖ്യമായിട്ട് പഠിക്കേണ്ടത്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ രക്ഷാപദ്ധതി കാലാകാലങ്ങളിൽ എന്നുള്ളതായിരിക്കുന്ന വിഷയം തന്നെ, അങ്ങനെ ഒരു ഹെഡിങ് തന്നെ നമ്മൾ ഈ നമ്മുടെ ചർച്ചാ വിഷയത്തിന് കൊടുത്തിരിക്കുന്നത്. ആ കാലത്ത് ഇന്നത്തെ മാതിരി കൃപയാലെ സൗജന്യമായിരിക്കുന്ന രക്ഷ എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു കാലഘട്ടം അല്ല അന്ന് സംഭവിക്കുന്നത്. ഈ കാലഘട്ടത്തെ കുറിച്ച് നമ്മളൊന്ന് പഠിക്കണം. ഈ കാലഘട്ടത്തെ വെളിപ്പാട് പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ അതിനെ 2 ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. ഒരു ഫസ്റ്റ് 3.5 കൊല്ലവും ഒരു സെക്കൻഡ് ഹാഫ് 3.5 കൊല്ലവും. അങ്ങനെ 3.5 7 വർഷമാകുന്ന ഒരു ആഴ്ചവട്ടമാണ് ഈ പറയുന്ന പീഡന കാലഘട്ടം. ഈ ആദ്യത്തെ 3.5 കൊല്ലം എന്ന് പറഞ്ഞാൽ അതൊരു വലിയ പീഡയുടെ കാലഘട്ടമായിരിക്കുമെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുകയില്ല. തിരുവഴുത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ആ ആദ്യത്തെ 3.5 കൊല്ലം ഒരു സമാധാന പ്രഭുവുമായിട്ട് ആന്റിക്രൈസ്റ്റ് ലോകത്തിലേക്ക് വരുമെന്നുള്ളതാണ്. സമാധാന പ്രഭുവായിട്ട് വരും. അപ്പൊ സമാധാന പ്രഭുവായിട്ട് വരുന്നവൻ ആന്റിക്രൈസ്റ്റ് ആണ് വരുന്നത്. പക്ഷെ ആന്റിക്രൈസ്റ്റ് ആണെന്ന് ആർക്കും തോന്നുകയില്ല. കാരണം എന്താന്ന് വെച്ചാൽ പണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നപ്പോൾ എത്രമാത്രം സൗമ്യനായിരുന്നുവോ, എത്രമാത്രം ദയയുള്ളവനും കരുണയുള്ളവനുമായിരുന്നുവോ അതിനേക്കാളും വലിയ അഭിനയവും കാഴ്ചവെച്ചുകൊണ്ടായിരിക്കും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യത്തെ 3.5 കൊല്ലം വലിയ പ്രയാസമുണ്ടാകുകയില്ല. ഇതിനെക്കുറിച്ച് കർത്താവായി യേശുക്രിസ്തു പറഞ്ഞ ഒരു വാക്യം ഞാൻ സാറിന് വായിച്ചു കേൾപ്പിക്കാം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 43-ാമത്തെ വാക്യത്തില് ഇങ്ങനെ വായിക്കുന്നത്: ഞാൻ എൻ്റെ പിതാവിന്റെ നാമത്തിൽ വന്നിരിക്കുന്നു. കർത്താവിന്റെ 1-ാമത്തെ വരവിനെ കുറിച്ച് പറയാണ്. ഞാൻ എൻ്റെ പിതാവിന്റെ നാമത്തിൽ വന്നിരിക്കുന്നു, എന്നെ നിങ്ങൾ കൈക്കൊള്ളുന്നില്ല. മറ്റൊരുത്തൻ സ്വന്തം നാമത്തിൽ വന്നാൽ അവനെ നിങ്ങൾ കൈക്കൊള്ളും. വന്നാൽ അപ്പൊ യേശുക്രിസ്തുവിന്റെ രൂപം, ഭാവം, സ്വഭാവം, പ്രകൃതി, രീതികളെല്ലാം വെച്ചുകൊണ്ടാണ് എതിർ ക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നത്. ആ എതിർ ക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നത് തന്റെ സ്വന്തം നാമത്തിലായിരിക്കും എന്നുള്ളത് കർത്താവ് പണ്ടേ പറഞ്ഞു കഴിഞ്ഞു. കർത്താവ് വന്നത് എന്റെ പിതാവ് അയച്ചിട്ടാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു. പക്ഷെ യഹൂദന്മാർക്ക് ആ കർത്താവിന് വേണ്ട. എന്നാൽ ഈ എതിർ ക്രിസ്തു വരുന്നത് സ്വന്തം നാമത്തിലാണ് വരുന്നത്. ഇതേപോലെ കർത്താവിനെ പോലെ സൗമ്യനും ശാന്തനുമായിട്ട് വലിയ ദയയുള്ളവനായിട്ടാണ് വരിക. കർത്താവ് വ്യക്തമായി പറഞ്ഞു, അവനെ നിങ്ങൾ കൈക്കൊള്ളും. കൊള്ളുമെന്നാ പറഞ്ഞ, അല്ലാതെ അവനെ നിങ്ങൾ തിരസ്കരിക്കുന്നല്ല, കൈക്കൊള്ളും എന്ന് തന്നെയാണ് അവിടെ പറഞ്ഞതെന്ന് കാണാനായിട്ട് പറ്റും. ഈ കാര്യമാണ് വെളിപ്പാട് പുസ്തകം അതിന്റെ 6-ാം അധ്യായത്തിന്റെ വെളിപ്പാട് ബൈബിളിലെ പുസ്തകമായിരിക്കുന്ന ഏറ്റവും അവസാനത്തെ പുസ്തകമായിരിക്കുന്ന വെളിപ്പാട് പുസ്തകത്തിലെ 6-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളും നമ്മൾ വായിക്കുന്നത് ഈ ആന്റി ക്രൈസ്റ്റിന്റെ പ്രത്യക്ഷതയാണ്. അതെങ്ങനെയാണെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്: കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ നീ വരിക എന്ന 4 ജീവികളിൽ ഒന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ ഒരു വെള്ളക്കുതിരയെ കണ്ടു. ഒരു വെള്ളക്കുതിര. അപ്പൊ വെള്ള എപ്പോഴും സമാധാനത്തിന്റെ ചിഹ്നമാണ്, സമാധാനം. അപ്പോൾ ഞാൻ ഒരു വെള്ളക്കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവന്റെ കയ്യിൽ ഒരു വില്ലുണ്ട്. അമ്പില്ല, വില്ല് മാത്രമേ ഉള്ളൂ. സാധാരണ വില്ലും അമ്പും കൂടി വേണം. പക്ഷെ ഇവിടെ ഉള്ളവന്റെ കയ്യില് വില്ല് മാത്രമേ ഉള്ളൂ. അവന്റെ കയ്യിൽ ഒരു വില്ലുണ്ട്. ഈ വില്ലിനെ കുറിച്ച് പഴയ നിയമത്തിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വഞ്ചനയുടെ വില്ലെന്ന, വഞ്ചന, ചതി എന്നൊക്കെയാണ് ഈ വില്ലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത് അമ്പില്ല, വില്ല് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞത്. അപ്പൊ ഈ വഞ്ചനയുടെ വില്ലുമായിട്ട് ഒരു വെള്ളക്കുതിരപ്പുറത്ത് സമാധാനത്തിന്റെ സന്ദേശവാഹകനായിട്ട് 1-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ഒരാൾ വരികയാണ്. ഒരു വെള്ളക്കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവന്റെ കയ്യിൽ ഒരു വില്ലുണ്ട്. അവൻ ഒരു കിരീടവും ലഭിച്ചു എന്ന് പറഞ്ഞാൽ ആധിപത്യം. കിരീടം എപ്പോഴും അധികാരത്തെ സൂചിപ്പിക്കുന്നു. അവനൊരു കിരീടവും ലഭിച്ചു. അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു. അവൻ പരാജയത്തിനായി വരുന്നവനല്ല, ജയിക്കാൻ വരുന്നവനാ. അതാണ് കർത്താവ് ഇവിടെ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ പറഞ്ഞത്. അവൻ വരുമ്പോൾ നിങ്ങൾ അവനെ കൈക്കൊള്ളും, നിങ്ങൾ അവനെ കൈക്കൊള്ളുമെന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഈ യഹൂദന്മാരുടെ ഇടയിൽ സമാധാന പ്രഭുവായിട്ട് വരുന്നതായിരിക്കുന്ന ഈ ആന്റി ക്രൈസ്റ്റിനെ അവർ അംഗീകരിക്കും. ഒരുപക്ഷെ ഇന്നത്തെ കാര്യം ഓർത്തു കഴിഞ്ഞാൽ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ ഈ കാലത്തെ ഇസ്രായേലിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇസ്രായേലിനെ ഒരു സമാധാനത്തിലേക്ക് നയിക്കാൻ തക്കവണ്ണം ചില ലോക നേതാക്കൾ ഇടപെടുന്നുണ്ട്. ഞാൻ അവരുടെ പേരുകളൊന്നും ഞാൻ പറയുന്നില്ല, കേൾക്കുന്നവർക്കൊക്കെ അറിയാം. ചില നേതാക്കൾ ഇടപെടുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സമാധാന പ്രഭുവുമായിട്ടാണ്
ആന്റിക്രൈസ്റ്റിന്റെ വെളിപ്പെടൽ എന്നുള്ളത് നമുക്ക് തിരുവഴുത്തിൽ നിന്ന് വ്യക്തമായിട്ട് അറിയാം. അവൻ വരുമ്പോൾ യഹൂദന്മാർ അവനെ അംഗീകരിക്കും. അതാണോ ബ്രദർ ഈ വിശ്വാസത്യാഗം എന്ന് പറയുന്നത്? കറക്റ്റ്. ആ വാക്യം എഴുതിയിരിക്കുന്നത് 1 തെസ്സലോനിക്ക ലേഖനം 5:3 സാർ അത് എടുത്ത് ചോദിച്ചത് എനിക്ക് വളരെ സൗകര്യമായി. 1 തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം, ഞാൻ ആ വാക്യം ഒന്ന് എടുത്തോട്ടെ. അതിന്റെ 5-ാം അധ്യായത്തിന്റെ 3-ാം വാക്യമാണ്. അവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? അവർ സമാധാനമെന്നും, അവർ എന്ന് പറഞ്ഞ യഹൂദന്മാർ, അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരും പോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്നു ഭവിക്കും. ആർക്ക്? യഹൂദന്മാർ. ഇതൊന്നും നമ്മളെ കുറിച്ച് പറയുന്നതല്ല, അവർക്ക് പെട്ടെന്ന്. ഇവിടെയൊക്കെ അവർ എന്ന് പറഞ്ഞിരിക്കുന്ന വാക്ക് എത്ര പ്രാവശ്യം ഉണ്ടെന്ന് നോക്കണം. കാര്യം എഴുതിയിരിക്കുന്ന എവിടെയാ? പൗലോസിന്റെ എഴുത്തില്, തെസ്സലോനിക്ക ലേഖനത്തില്. അപ്പൊ ഈ അവർ എന്ന് പറയുന്ന 3-ാമത്തെ കൂട്ടർ ആരാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇത് യഹൂദന്മാരെ കുറിച്ച് പറയുന്നത്. അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരും പോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്നു ഭവിക്കും, അവർക്ക് തെറ്റൊഴിയാവുന്നതുമല്ല. എന്നിട്ട് താഴെ പറയാണ് 4-ാം വാക്യം, എന്നാൽ സഹോദരന്മാരെ, തെസ്സലോനിക്കരോട് പറയാം, എന്നാൽ സഹോദരന്മാരെ, ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല. കാരണം പൗലോസിന്റെ ശുശ്രൂഷയിലുള്ളായിരിക്കുന്ന തെസ്സലോനിക്ക സഭയോട് പറയാം, നിങ്ങൾ ആ ചതിയിൽപ്പെടാനുള്ളവരല്ല, നിങ്ങൾ അതിനുള്ളവരല്ല. ഇവർ സമാധാനം എന്ന് പറയുന്ന ഒരു കാലം, ഏത്? യഹൂദന്മാർ. അപ്പൊ യഹൂദന്മാർ സമാധാനം എന്ന് പറയുന്ന കാലം ഏതാണെന്ന് ചോദിച്ചാല് ആന്റിക്രൈസ്റ്റ് പ്രത്യക്ഷപ്പെടുത്തുന്ന ആളാണ്. അപ്പൊ ഇപ്പൊ നമുക്കറിയാമല്ലോ, ഇസ്രായേലിലെ ചുറ്റും ശത്രു രാജ്യങ്ങളാണ്. ബൈബിളിൽ ഒരു പ്രവചന വാക്യം തന്നെയുണ്ട്, വരുവിൻ ഇസ്രായേൽ ഒരു ജാതി ആയിരിക്കാതെ വണ്ണം നമുക്ക് അവരെ മുടിച്ചു കളയാം എന്ന് പറഞ്ഞ ഒരു പ്രവചന സങ്കീർത്തനത്തിൽ ഒരു വാക്യം തന്നെയുണ്ട്. എന്ന് പറഞ്ഞവരെ ഇസ്രായേലിനെ മുടിച്ചു കളയാൻ തക്കവണ്ണം ചുറ്റുമുള്ളായിരിക്കുന്ന അറബ് രാജ്യങ്ങൾ യോജിക്കുകയാണ്. അപ്പോൾ അതിന്റെ നടുവിൽ ഈ യുദ്ധങ്ങൾ ചെയ്ത് മടുത്തിരിക്കുന്ന അതിന്റെ നടുവിലേക്ക് യുദ്ധങ്ങൾ നിർത്തൽ ചെയ്തുകൊണ്ട് ഒരു വ്യക്തി വരുമ്പോൾ അവനെ പിന്നെ ഇവരെ അംഗീകരിക്കാതിരിക്കുമോ? അത് മാത്രമല്ല, ഈ കാലത്ത് ഇസ്രായേലിനെ നോക്കിക്ക് അവരുടെ പ്രതീക്ഷ എന്താ? കാത്തിരിപ്പ് എന്താ? അവർക്ക് ദേവാലയം വേണം. അവർക്കൊരു ദേവാലയം, അവരുടെ പ്രതീക്ഷ മുഴുവൻ ഞങ്ങളുടെ ദേവാലയം വേണം. ഇപ്പൊ തന്നെ ദേവാലയം പണിക്കുള്ളായിരിക്കുന്ന എല്ലാ ചട്ടവട്ടങ്ങളും ഒരുക്കി കഴിഞ്ഞു എന്നാണ് നമ്മൾ കേൾക്കുന്നത് ഇസ്രായേലില്. പക്ഷെ സ്ഥലം കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ പറയുന്ന സമാധാന പ്രഭു അത് വരുന്നവൻ ഇവർക്ക് ദേവാലയത്തിനുള്ള ഒരു സ്ഥലം കൂടി നിർദ്ദേശിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇവര് പിന്നെ പടല്ല അവന്റെ കാൽച്ചോട്ടിൽ വീണു എന്ന് അതിന്റെ അർത്ഥം. കാരണം അവർക്ക് സമാധാനം കിട്ടി, അവർക്ക് ദേവാലയം പണിയാനുള്ള സ്ഥലം കിട്ടി, ദേവാലയം പണിയാനുള്ള അനുമതി കൂടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ യഹൂദന്മാര് അവനെ അല്ലാതെ പിന്നെ ആരെയാ മശിയായിട്ട് കാണണ്ടേ? അതിനർത്ഥം അവര് വിചാരിക്കുന്ന യഥാസ്ഥാനപ്പെടുത്തൽ. അതെ, ഈ കാലത്തോ നിങ്ങൾ എന്ന് ചോദിക്കുന്നില്ല. അതെ. അപ്പൊ ഈ അന്തിക്രിസ്തുവിനെ കാണുമ്പോഴായിരിക്കും, ആന്റിക്രൈസ്റ്റിനെ കാണുമ്പോഴായിരിക്കും അത് ക്രിസ്തു ആണെന്ന് തെറ്റിദ്ധരിക്കുന്നത്. ഇവരങ്ങനെ തന്നെ അവന് നമസ്കരിക്കും, അവന്റെ മുമ്പിൽ വീഴും. ഞങ്ങളുടെ മശിക വന്നേ, ഞങ്ങളുടെ രക്ഷകൻ വന്നേ, കാലങ്ങളായി ഞങ്ങളുടെ പിതാക്കന്മാര് കാത്തിരുന്ന മശിക ഇവൻ തന്നെ എന്ന് പറഞ്ഞ് അവന്റെ മുമ്പിൽ ഇവര് വീഴും. അതാണ് വിശ്വാസത്യാഗം. അന്ത്യനാളിലെ വിശ്വാസത്യാഗം. പിന്നെ നമ്മൾ തെസ്സലോനിക്ക ലേഖനത്തിൽ വായിച്ചതായിരിക്കുന്ന ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും അധർമ്മമൂർത്തിയായവൻ വെളിപ്പെടുകയും വേണമെന്ന തെസ്സലോനിക്ക വാക്യം നിവൃത്തിയാകുന്നത് അങ്ങനെയാണ്. അല്ലാതെ ഇന്നത്തെ ക്രിസ്തീയ സഭയ്ക്ക് വിശ്വാസത്യാഗം സംഭവിക്കണമെന്നല്ല, യഹൂദന് വിശ്വാസത്യാഗം സംഭവിക്കണം. യഥാർത്ഥ മശിഹായെ തള്ളിക്കളഞ്ഞ് കള്ള മശിഹായെ അംഗീകരിക്കുന്നതാണ് അവരുടെ വിശ്വാസത്യാഗം. അപ്പൊ നമ്മൾ ഈ പറഞ്ഞു വന്ന കാര്യത്തെ കുറിച്ച് ഞാനൊരു വേദഭാഗം കൂടെ വായിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ അത് കൂടുതൽ സാറിന് വ്യക്തമാകും. യെശയ്യാ പ്രവചനം അതിന്റെ 28-ാം അധ്യായത്തിന്റെ 14 മുതലുള്ളായിരിക്കുന്ന വാക്യങ്ങളില് ഈ വരുന്നതായിരിക്കുന്ന ആന്റിക്രൈസ്റ്റ്, അതായത് എതിർ ക്രിസ്തു, ഈ പറയുന്നതായിരിക്കുന്ന കള്ളൻ, അവന്റെ ഒരു രീതിയെക്കുറിച്ച്, അവന്റെ ഒരു കാര്യത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം. അതുകൊണ്ട് യെരുശലേമിലെ ഈ ജനത്തിന്റെ അധിപതികളായ പരിഹാസികളെ, യഹോവയുടെ വചനം കേൾപ്പിൻ. ഞങ്ങൾ മരണത്തോട് സഖ്യതയും പാതാളത്തോട് ഉടമ്പടിയും ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മരണത്തോട് സഖ്യത, പാതാളത്തോട് ഉടമ്പടി. ഈ ആന്റിക്രൈസ്റ്റ് വന്നു കഴിഞ്ഞാൽ ചെയ്യുന്നതായിരിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ. ആദ്യം അവൻ ചെയ്യുന്നത്
ഒരു സമാധാന ഉടമ്പടി യഹൂദനുമായിട്ട് സ്ഥാപിക്കുകയാണ്. ഒരു ഉടമ്പടി, സമാധാനം. യുദ്ധങ്ങളെല്ലാം നിർത്തി, ദേവാലയം പണിയാനുള്ള സ്ഥലം കൊടുത്തു, ദേവാലയം പണിയാനുള്ള പെർമിഷൻ കൊടുത്തു. ഇതെല്ലാം കിട്ടിക്കഴിയുമ്പോൾ അതൊരു സമാധാന ഉടമ്പടിയാണ്. ഇതിലാണ് ഇവര് അവന്റെ വലയിൽ വീണു പോകുന്നത്. വീണു പോകുന്നത്. അപ്പൊ അന്ന് ഇവര് ആ ഉടമ്പടി നടത്തി കഴിയുമ്പോൾ ഇവര് പറയുന്നത് എന്താ അറിയാവോ? ഞങ്ങൾ മരണത്തോട്, അവരങ്ങനെയല്ല പറയുന്നത്, ശരിക്കും അവര് ചെയ്യുന്ന ഉടമ്പടി ആരോടാണെന്ന് പ്രവാചകനിലൂടെ ദൈവാത്മാവ് പറയാണ്. പ്രവാചകനിലൂടെ കാര്യം പറയാണ്. എന്താ പറയുന്നത്? ഞങ്ങൾ സഖ്യത ചെയ്തിരിക്കുന്ന മരണത്തോടാണ്. ഞങ്ങൾ മരണത്തോട് സഖ്യതയും പാതാളത്തോട് ഉടമ്പടിയും ചെയ്തിരിക്കുന്നു. പ്രവഹിക്കുന്ന ബാധ ആക്രമിക്കുമ്പോൾ അത് ഞങ്ങളോട് അടുത്തു വരികയില്ല എന്ന് പറഞ്ഞാൽ ഇനി ഞങ്ങൾക്ക് ഒരു ദോഷവും തട്ടുകയില്ല. ചുറ്റുമുള്ള ശത്രു രാജ്യങ്ങൾ എത്ര തന്നെ ഞങ്ങൾക്ക് നേരെ വില്ലും വാൾ ഉയർത്തിയാലും ഞങ്ങൾക്കൊന്നും സംഭവിക്കില്ല. കാരണം ഞങ്ങൾ അത്ര ഉറപ്പുള്ള പാറയിൽ ഞങ്ങൾ ആശ്രയിച്ചിരിക്കുന്നു. ഞങ്ങൾ മരണത്തോട് പാതാളത്തോട് സഖ്യത ചെയ്തിരിക്കുന്നു. മരണം പാതാളം എന്ന് അവര് പറയുകയില്ല, പക്ഷെ പ്രവാചകനിലൂടെ അവര് ചെയ്ത സഖ്യത എന്താണെന്ന്, അത് മരണത്തോടും പാതാളത്തോടുമാണ് അവർ ചെയ്തിരിക്കുന്നതെന്ന് പ്രവാചകനിലൂടെ അന്ന് ദൈവാത്മാവ് അരുളി ചെയ്യുകയാണ്. ബാധ ആക്രമിക്കുക, അത് ഞങ്ങളോട് അടുത്ത് വരികയില്ല. ഞങ്ങൾ ബോഷ്കിനെ ശരണമാക്കി വ്യാജത്തിൽ ഒളിച്ചിരിക്കുന്നു. ഈ ആന്റിക്രൈസ്റ്റ് എന്ന് പറയുന്നത് ബോഷ്കാണ്. അതായത് ഒരു വ്യാജമാണ്, ബോഷ്കിന്റെ ആത്മാവാണ്, ചതിയനാണ്, വഞ്ചകനാണ്. അപ്പൊ ഇവര് പറയുന്നത്, ഇവര് ചെയ്യുന്ന ഉടമ്പടിയുടെ ആ കാര്യം, ആ സ്വഭാവം എന്താന്ന് പറയാണ് പ്രവാചകൻ. ഞങ്ങൾ ബോഷ്കിനെ ശരണമാക്കി വ്യാജത്തിൽ ഒളിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞുവല്ലോ. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഇതാ ഞാൻ സിയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനമായിട്ട് ശോധന ചെയ്ത കല്ലും വിലയേറിയ മൂലക്കല്ലുമായി ഒരു അടിസ്ഥാന കല്ലിട്ടിരിക്കുന്നു. ഞാനൊരു കല്ലിട്ടിട്ടുണ്ട്. ദൈവം പറയാണ്, ഞാൻ സിയോനിൽ ഉറപ്പുള്ള ശോധന ചെയ്ത വിലയേറിയ ഒരു മൂലക്കല്ല് ഇട്ടിട്ടുണ്ട്. ആ കല്ലാരാന്ന് നമുക്കറിയാം. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ഞാൻ അവിടെ ഒരു കല്ല്, ദൈവം ഒരു കല്ല് അവിടെ ഇട്ടിട്ടുണ്ട്. എന്നാൽ അവിടെ പറയാണ്, ഉറപ്പുള്ള അടിസ്ഥാനമായിട്ട് ശോധന ചെയ്ത കല്ലും വിലയേറിയ മൂലക്കല്ലുമായി ഒരു അടിസ്ഥാന കല്ലിട്ടിരിക്കുന്നു. വിശ്വസിക്കുന്നവൻ ഓടിപ്പോകുകയില്ല. ആ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ ഓടിപ്പോകുകയില്ല. ഞാൻ ന്യായത്തെ അളവ് ചരടും നീതിയെ തൂക്കെട്ട് കട്ടയും ആക്കി വെക്കും. കൽമഴ വ്യാജ ശരണത്തെ നീക്കിക്കളയും. വെള്ളം ഒളിപ്പിടത്തെ ഒഴുക്കിക്കൊണ്ടു പോകും. എന്നിട്ട് പറയാണ്, അതായത് നിങ്ങള് വ്യാജത്തിലാണ് ശരണപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾ ഒളിച്ചിരിക്കുന്ന ഒളിപ്പിടത്ത് നിന്ന് എന്റെ കോപത്തിന്റെ വെള്ളം നിങ്ങൾ ഒഴുക്കിക്കളയും. കാരണം നിങ്ങൾ വ്യാജത്തിൽ ശരണപ്പെട്ടിരിക്കുകയാണ്. ഞാൻ അയച്ച പാറയായവനിലല്ല നിങ്ങൾ ആശ്രയം വെച്ചിരിക്കുന്നത്. നിങ്ങൾ വേറൊരു ചതിയനിലാണ് ആശ്രയം വെച്ചിരിക്കുന്നത്. ഈ കാര്യങ്ങളാണ്, ഇതൊക്കെ അക്ഷരം പ്രതി വ്യാഖ്യാനിക്കേണ്ടതാണ്. എന്നിട്ട് പറയാണ്, ഞാൻ ന്യായത്തെ അളവ് ചരടും നീതിയെ തൂക്കുകെട്ടയും ആക്കി വെക്കും. കൽമഴ വ്യാജ ശരണത്തെ നീക്കിക്കളയും. വെള്ളം ഒളിപ്പിടത്തെ ഒഴുക്കിക്കൊണ്ടുപോകും. എന്നിട്ട് എടുത്തു പറയാണ്, മരണത്തോടുള്ള നിങ്ങളുടെ സഖ്യത ദുർബലമാകും. മരണത്തോടും പാതാളത്തോടും അല്ലേ അവര് സഖ്യത ചെയ്തിരിക്കുന്നത്. ആന്റിക്രൈസ്റ്റ് മരണമാണ്, മരണദൂതനാണ്, പാതാളത്തിന്റെ ഉടമയാണ്. മരണത്തോടുള്ള നിങ്ങളുടെ സഖ്യത ദുർബലമാകും. പാതാളത്തോടുള്ള നിങ്ങളുടെ ഉടമ്പടി നിലനിൽക്കുകയും ഇല്ല. പ്രവഹിക്കുന്ന ബാധ ആക്രമിക്കുമ്പോൾ നിങ്ങൾ തകർന്നു പോകും. അത് ആക്രമിക്കുമ്പോഴൊക്കെയും നിങ്ങളെ പിടിക്കും. അത് രാവിലെ തോറും രാവും പകലും ആക്രമിക്കും. അതിന്റെ ശ്രുതി കേൾക്കുന്ന മാത്രയ്ക്ക് നടുക്കമുണ്ടാകും. കിടക്ക ഒരുത്തിന് നിവർന്ന് കിടപ്പാൻ നീളം പോരാത്തതും പുതപ്പാൻ വീതി പോരാത്തതുമാണ്. ഇതൊക്കെ വ്യാഖ്യാനിക്കേണ്ടതാണ്. നമ്മുടെ സമയദൈർഘ്യമായി പോകുന്നുള്ളതുകൊണ്ട് ഞാൻ അത്രയും പറയുന്നില്ല. എന്ന് പറഞ്ഞാൽ ചതിയിൽ പെടുക അവരെ. ഇവരെ അവിടെ പറയുന്നത്, ബ്രദർ പറയുന്നത് എനിക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നത്, അവര് അന്നും ദൈവം വെച്ച പാറയിൽ വേണം ആശ്രയിക്കാൻ. കർത്താവാകുന്ന പാറ, ആ പാറയിൽ ആശ്രയിക്കാതെ ഇവര് വേറൊരു പാറയെ ആശ്രയിക്കും. അപ്പൊ അതാണോ ആ കാലത്തെ, അതായത് ഈ കൃപാകാലം കഴിഞ്ഞാലും ഈ മഹാപീഡന കാലത്തും ക്രിസ്തു എന്ന പാറയിലായിരിക്കണം അവരുടെ രക്ഷ എന്നുള്ളതല്ലേ അത് പറയുന്നത്? കറക്റ്റാണത്. യഹൂദന് വേണ്ടി കൊടുത്തിരിക്കുന്ന ഏക ഉറപ്പുള്ള അടിസ്ഥാന പാറ എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. ഈ പാറയെ ശരണമാക്കാതെ ഇവരെ കള്ളനായിരിക്കുന്ന പാറയിൽ ആശ്രയിക്കുന്നതുകൊണ്ടാണ് ഇവിടെ ഈ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ ആശ്രയം നിങ്ങളെ നശിപ്പിക്കും, നിങ്ങളെ ഒഴുക്കിക്കളയും, നിങ്ങൾ മരണത്തിലാണ് ശരണപ്പെട്ടിരിക്കുന്നത്, പാതാളത്തോടാണ് നിങ്ങൾ ഉടമ്പടി ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പം മഹാപീഡന കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിച്ചു വന്നതാണ്. മഹാപീഡന കാലഘട്ടം എന്ന് പറഞ്ഞാൽ
ആന്റി ക്രൈസ്റ്റുമായിട്ടുള്ളായിരിക്കുന്ന ഉടമ്പടി കാലഘട്ടമാണ്. അതിന്റെ 7 വർഷവും മഹാപീഡനമാണോ എന്ന് ചോദിച്ചാൽ അല്ല. ആദ്യത്തെ 3.5 വർഷം അവൻ വളരെ സൗമ്യനും സമാധാനശീലനുമായിരിക്കും. അവൻ യഹൂദൻ ഒരുപാട് നന്മ ചെയ്യും, ഉപകാരം ചെയ്യും എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ. അത് മാത്രമല്ല, അത് പറയുന്നത് ആ സമയത്തും ന്യായപ്രമാണമൊക്കെ അവര് പാലിക്കണ്ടേ? തീർച്ചയായിട്ടും. അതാണ് ഇപ്പൊ സാറാ നമ്മൾ ആദ്യത്തെ ചോദ്യത്തിൽ ആ ചോദ്യം ഉണ്ടായിരുന്നു. അത് ഞാനത് വ്യക്തമാക്കിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഈ കാലത്തിലെ രക്ഷ പോലെയാണോ ആ കാലത്തിലെ രക്ഷ? ഇന്ന് കൃപയാൽ സൗജന്യമായിട്ടല്ലേ നമ്മൾ രക്ഷപ്പെടുന്നത്? ആ മഹാപീഡന കാലത്ത് യഹൂദൻ രക്ഷപ്പെടുന്നത് കൃപയാൽ സൗജന്യമായിട്ടാണോ എന്നുള്ള ചോദ്യം അവിടെ വരികയാണ്. ഞാൻ അതിനെക്കുറിച്ച് താഴേക്ക് വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ ചില സൂചനകൾ പറഞ്ഞു പോവാം. ഒരിക്കലുമല്ല. അന്നത്തെ രക്ഷ എന്ന് പറയുന്നത് ഇവരെന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവര് ഒന്നാമത്തെ കാര്യം, ഇവര് രക്ഷപ്പെടാനായിട്ട് ഇവർ പണ്ടേ കുത്തി കൊന്ന, ഇവർ ക്രൂശിച്ചു കൊന്ന ആ യേശുവിനെ ഇവര് മശികയായിട്ട് അംഗീകരിക്കണം. ക്രിസ്തുവിന്റെ ക്രൂശ് മരണമല്ല അവരുടെ രക്ഷ. അത് ഞാൻ തുടർന്ന് വിശദമാക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ ഒരു വീഡിയോയിൽ ഇത് കഴിയുകയില്ല. അപ്പൊ കേൾവിക്കാര് ക്ഷമിക്കണം. അടുത്ത വീഡിയോയും കൂടെ ഇതിന്റെ തുടർച്ചയായിട്ട് കേൾക്കണം. ഈ വീഡിയോ കൊണ്ട് ഇത് പറഞ്ഞു തീർക്കാൻ പറ്റുകയില്ല. അപ്പോൾ ഒന്നാമതായിട്ട് അവർ ചെയ്യേണ്ടത് അവരുടെ മശികയായിട്ട് അവരുടെ കർത്താവിനെ അംഗീകരിക്കണം. എങ്ങനെ? 12 അപ്പോസ്തലന്മാരുടെ ഇടയിലേക്ക് ഒന്നാം നൂറ്റാണ്ട് എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ 3.5 വർഷത്തെ പരസ്യ ശുശ്രൂഷ കാലത്ത് നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നപ്പോൾ അവർക്ക് എന്താണ് വിശ്വസിക്കേണ്ടത്? അവര് വിശ്വസിക്കേണ്ടത് കർത്താവായി യേശു ക്രിസ്തു കാൽവരി കുരിശിൽ എനിക്ക് വേണ്ടി മരിച്ചു എന്നുള്ള കാര്യമല്ല. എന്റെ കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചതിലൂടെ എനിക്ക് രക്ഷയുണ്ടായെന്നുള്ള കാര്യമല്ല. ഇവനാണ് മശിഹ എന്നുള്ളത് അവർ വിശ്വസിക്കേണ്ടത്. പത്രോസിനോട് കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടല്ലോ, നമുക്ക് വ്യക്തമായിട്ട് അറിയാതെ. മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നു? അപ്പൊ പത്രോസ് പറഞ്ഞു, ചിലർ ആ പ്രവാചകനാന്ന് പറയുന്നു, ചിലർ ഈ പ്രവാചകനാന്ന് പറയുന്നു, ചിലര് പറയുന്നു മരിച്ചവരിൽ നിന്ന് വരുത്തുന്നു, ഉയർത്തെഴുന്നേറ്റ് വന്നവനാണെന്ന് പറയുന്നു എന്ന് പറഞ്ഞപ്പം, എന്നാൽ നിങ്ങൾ ആരെന്ന് പറയുന്നു? ചോദ്യം ഇതാ. അപ്പൊ പത്രോസ് പറയുന്നത്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. ഇതാണ് വിശ്വാസം. ആ വിശ്വാസമാണ് അവർക്ക് വേണ്ടുന്നത്. അവര് രക്ഷിക്കപ്പെടുന്നതായിരിക്കുന്ന സുവിശേഷം. അവരുടെ രക്ഷ അതാണ്. അപ്പൊ ഇവര് ആ കാലഘട്ടത്തിലുള്ളായിരിക്കുന്ന രക്ഷ എന്ന് പറഞ്ഞാല്, ഒന്നവര്, ഞാനത് വിശദമാക്കുന്നുണ്ട് അടുത്തേല്, ഒന്നവര് യേശുവിനെ മശിഹയായിട്ട് അംഗീകരിക്കണം. രണ്ടാമത്തത്, അവർക്കായി ദൈവം വാഗ്ദത്തം ചെയ്ത രാജ്യത്തിലേക്ക് അവർ പ്രവേശിക്കാൻ പോകുന്നു എന്ന കർത്താവായി യേശു ക്രിസ്തു വന്നപ്പോൾ പ്രസംഗിച്ച സുവിശേഷം ഉണ്ടല്ലോ, യോഹന്നാൻ സ്നാപകൻ മുതൽ പ്രസംഗിച്ച സുവിശേഷം ഏതാ? ദൈവരാജ്യം സമീപിച്ചിരിക്കുന്ന മനസ്സാണ്. അതേ സുവിശേഷം ഇവര് വിശ്വസിക്കണം. ഞങ്ങളുടെ മശിഹ വരാനായി, തിരിച്ചു വരാനായി. ഞങ്ങൾ ഒരിക്കൽ വന്നപ്പോൾ ഞങ്ങൾ അറിഞ്ഞില്ല, ഞങ്ങൾ അബദ്ധത്തിൽ ഞങ്ങളുടെ മശിഹയെ കൊന്നു കളഞ്ഞു. ആ മശിഹ വീണ്ടും ഞങ്ങളുടെ അടുക്കിലേക്ക് വരും എന്ന് പറഞ്ഞ് അവർ ഏറ്റുപറഞ്ഞ് നമ്മുടെ മശിഹയെ സ്വീകരിക്കണം. മാത്രമല്ല, ആ മശിഹ വന്നു കഴിഞ്ഞാൽ അവർക്ക് വാഗ്ദത്തം ചെയ്തായിരിക്കുന്ന, അബ്രഹാം മുതലേ അവർക്ക് വാഗ്ദത്തം ചെയ്തായിരിക്കുന്ന രാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്നു എന്ന സുവിശേഷം വിശ്വസിക്കണം. അതായത് കിങ്ഡം ഗോസ്പലിന്റെ സുവിശേഷം, കൃപയുടെ സുവിശേഷമല്ല. ഇന്ന് പൗലോസ് പറഞ്ഞ സുവിശേഷമല്ല, നമ്മൾ പറയുന്ന സുവിശേഷമല്ല. കിങ്ഡം ഗോസ്പലിന്റെ സുവിശേഷവും വിശ്വസിക്കണം. മശിഹയെ അവർ അംഗീകരിക്കുകയും ചെയ്യണം. അത് മാത്രം ചെയ്താൽ മതിയോ? അതും പോരാ. അന്നത്തെ രക്ഷാ പദ്ധതിയാണല്ലോ നമ്മൾ പറയുന്നത്. അത് ഞാനിപ്പോ ഒന്ന് ഓടിച്ചു പറയുകയാണേ. അന്നത്തെ രക്ഷാ പദ്ധതി അത് മാത്രവും പോരാ. അവരെന്ത് ചെയ്യണം? സൽപ്രവൃത്തികൾ ചെയ്യണം. പിന്നെ സാത്താന്റെ 666 മുദ്രയേൽക്കരുത്. ഭയങ്കര മുദ്രയും പീഡയും ഭയങ്കര പ്രശ്നങ്ങൾ നടക്കാൻ പോവല്ലേ. കർത്താവായ യേശു ക്രിസ്തു മത്തായി സുവിശേഷം 10-ാം അധ്യായത്തിൽ പറഞ്ഞല്ലേ, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവർ രക്ഷിക്കപ്പെടുന്നു. അത് അന്ന് സംഭവിക്കുന്നത്. അവര് സഹിച്ചു നിന്ന് കഷ്ടപ്പെട്ട് രക്ഷപ്പെടണം. മശിഹായെ തന്നെ അവർ ആശ്രയിച്ചിരിക്കണം. ആ വിധത്തില് അവരുടെ രാജ്യത്തിന് വേണ്ടിയുള്ള സുവിശേഷം വിശ്വസിച്ചുകൊണ്ട് അവരെ യേശു ക്രിസ്തുവിനെ കാത്തിരിക്കണം. ചുരുക്കം പറഞ്ഞാൽ അവർക്ക് തെറ്റിപ്പോകാതിരിക്കണം. അതായത് ഈ കള്ളക്രിസ്തുവിനെ വിശ്വസിക്കാതെ അപ്പോഴും ഒരു ശേഷിപ്പായിട്ട് അവര് ക്രിസ്തു തന്നെ വരുന്നുള്ള വിശ്വസിച്ചിരിക്കണം. അതായത് അവര് കൊന്നു കളഞ്ഞ മശിഹ അത് അംഗീകരിക്കണം. അത് അംഗീകരിക്കുമെന്ന് അവര് ചോദിച്ച് ഞാൻ പറയട്ടെ. അവരത് അംഗീകരിക്കും. എന്താ കാരണം എന്നറിയാമോ സാർ? അത് ചോദിച്ചില്ലെങ്കിലും ഞാൻ പറയാം. ഇന്ന് ഇസ്രായേലിലെ ഇസ്രായേലിലെ വീഡിയോകൾ എടുത്ത് നോക്കിയാൽ കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ഒരുപാട് ചെറുപ്പക്കാരികള്, കുറെ ചെറുപ്പക്കാർ മാത്രമല്ല, എല്ലാ പ്രായമുള്ളവരും എല്ലാവരും നമ്മുടെ മശിഹയായിരുന്നു
ക്രിസ്ത്യാനികൾ പറയുന്ന ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നുണ്ട്, എന്ന് വിശ്വസിക്കുന്നവരുണ്ട്, പ്രസംഗിക്കുന്നവരുണ്ട്. ഇസ്രായേലിന്റെ തെരുക്കോണുകളിലൂടെ നടന്ന് വിളിച്ചു പറയുന്നുണ്ട് അവര് ഇന്നത്. പക്ഷെ യഹൂദന്മാർ അധികം ചെവി കൊടുക്കുന്നില്ല, എന്നാലും കുറെ പേര് ചെവി കൊടുക്കും. പല വീഡിയോകളിലുണ്ട്. അപ്പൊ അവര് ഇന്നേ പറയാൻ തുടങ്ങി, പണ്ട് വന്ന് മരിച്ചുപോയി ഉയർത്തെഴുന്നേറ്റ് പോയതായിരുന്നു നമ്മുടെ മശിക. ആ മശിക തന്നെ ഇനി വരാനിരിക്കുന്നതെന്ന് ഇന്നേ അവിടെ പ്രസംഗം തുടങ്ങിയിട്ടുണ്ടെന്ന് കേൾക്കണേ. അപ്പൊ അവരത് വിശ്വസിക്കണം. അപ്പൊ അടുത്തൊരു ചോദ്യം വരുന്നത്, നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ 2 പ്രവാചകന്മാരെ അയക്കുന്നു പറഞ്ഞിട്ടുണ്ടല്ലോ. അവര് പ്രവചിക്കുന്നത് ഈ മേലെ പറഞ്ഞിട്ടുള്ള എന്താ പറയുന്നത് ആ ഉടമ്പടിയെ പറ്റിയൊക്കെയാണോ? എന്താണ് അവർ പ്രവചിക്കുന്നത്? കറക്റ്റ്. അവരുടെ പ്രവചനം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊന്ന് തിരുവെഴുത്തിൽ വായിച്ചു നോക്കാം. തിരുവെഴുത്തിൽ ഞാനൊരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിലേക്ക് നമുക്കൊന്ന് വരാം. വെളിപ്പാട് പുസ്തകം 2 പ്രവാചകന്മാരെ അയക്കുമെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഈ പ്രവാചകന്മാർ ആരാണെന്നുള്ളതിലൊക്കെ സംശയമുണ്ട്. ഓക്കെ, ആരാണെന്ന് സംശയമുള്ളതൊന്നും നമ്മൾ പരിഹരിക്കാനൊന്നും പോകുന്നില്ല. ചിലർ പറയും അത് പിന്നെ ഏലിയാവാണെന്ന്, ഒരാൾ ഏലിയാവാണെന്നുള്ളതിൽ സംശയമൊന്നുമില്ല. ഇനി മറ്റേ ആള് മോശയാണോ എന്നുള്ളതാണ്. മോശയാണ് എന്ന് പറഞ്ഞിട്ടില്ല. ഏലിയാവാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, മാലാഖി പ്രവചനം അതിന്റെ അവസാന അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുമ്പേ ഞാൻ നിങ്ങൾക്ക് ഏലിയ പ്രവാചകനെ അയച്ചു തരും എന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റത് അപ്പോ ഏലിയ പ്രവാചകൻ ഒന്ന്. ഓക്കെ, അടുത്തത് ആരായിരിക്കുമെന്ന് അറിഞ്ഞുകൂടാ. അത് മോശയായിരിക്കാനാണ് സാധ്യത എന്ന് ന്യായമായിട്ട് ചിന്തിക്കാനായിട്ട് പറ്റും. അത് സഖരിയാ പ്രവചനത്തിൽ വായിക്കുന്നത് ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്ന 2 ഒലിവ് വൃക്ഷങ്ങളാണ് എന്ന് കാണുന്നുണ്ട്. ആ ഒലിവ് വൃക്ഷങ്ങൾ തന്നെയാണ് ഇങ്ങോട്ട് അയക്കുന്നത്, 2 പ്രവാചകന്മാരായിട്ട് ഇസ്രായേലിന്റെ നടുവിലേക്ക് അയക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇതിനെ കുറിച്ച് പറയുന്നതായിരിക്കുന്ന ഒരു വേദഭാഗം വായിച്ച് ഇവരെന്താണ് ഈ പ്രസംഗിക്കുന്നത്, ഈ പറയുന്നതായിരിക്കുന്ന 2 പ്രവാചകന്മാര് ആ നാളുകളിൽ അവിടെ പ്രസംഗിക്കുന്നതായിരിക്കുന്ന കാര്യം എന്താണ് എന്നുള്ളത് അറിയണമെങ്കിൽ നമുക്ക് വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിലെ ഒരു വേദഭാഗം, ആ വാക്യം തന്നെ നമ്മളൊന്ന് വായിച്ചു നോക്കണം. ഞാനതൊന്ന് വായിക്കാം, ഒന്ന് ശ്രദ്ധിക്കുക. അതിന്റെ 1 മുതലുള്ളായിരിക്കുന്ന വാക്യങ്ങൾ തന്നെ. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം 1 മുതൽ. പിന്നെ ദണ്ട് പോലെയുള്ള ഒരു കോൽ എന്റെ കയ്യിൽ കിട്ടി. കൽപ്പന ലഭിച്ചത്, നീ എഴുന്നേറ്റ് ദൈവത്തിന്റെ ആലയത്തെയും യാഗപീഠത്തെയും അതിൽ നമസ്കരിക്കുന്നവരെയും അളക്കുക എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ മഹാപീഡന കാലത്ത് ആന്റിക്രൈസ്റ്റിന്റെ നേതൃത്വത്തിൽ ദേവാലയം ഉണ്ടാകും. അതാണല്ലോ അവരുടെ പ്രതീക്ഷ. ഈ ആന്റിക്രൈസ്റ്റിനെ അവര് മഷികയായിട്ട് കാണുന്നതിന്റെ കാരണം തന്നെ അവർക്ക് ദേവാലയം പണിത് കൊടുക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ ഐയം. അപ്പൊ പറയാണ്, നീ എഴുന്നേറ്റ് ദൈവത്തിന്റെ ആലയത്തെയും, മഹാപീഡന കാല ദൈവാലയം, അത് ആണ് 3-ാം ദേവാലയം എന്നൊക്കെ പറയുന്നത്. ആ ആലയത്തെയും യാഗപീഠത്തെയും, അവിടെ യാഗപീഠവും ഉണ്ട്, അതിൽ നമസ്കരിക്കുന്നവരെയും അളക്കുക. ആലയത്തിന് പുറത്തുള്ള പ്രാകാരം അളക്കാതെ വിട്ടേക്കാം, അത് ജാതികൾക്ക് കൊടുത്തിരിക്കുന്നു. അവർ വിശുദ്ധ നഗരത്തെ 42 മാസം ചവിട്ടും. അപ്പൊ അതെന്താ അങ്ങനെ എഴുതിയിരിക്കുന്നതെന്ന് ചോദിച്ചാല്, ഒരു കാര്യം ഞാൻ പറഞ്ഞു പോവാം, ഇതൊന്നും നമ്മുടെ വിഷയം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു പോവാം. ആലയത്തിന് പുറത്തുള്ള പ്രാകാരത്തിനുള്ള സ്ഥലം ചിലപ്പോൾ ഉണ്ടായേക്കില്ല. കാരണം പണ്ടൊക്കെ യെരുശലേം ദേവാലയത്തിന് വലിയ പ്രാകാരം ഉണ്ടായിരുന്നു, പുറം സൈഡ്, പുറം മിറ്റം എന്ന് പറയാം, അതുണ്ടായിരുന്നു. പക്ഷെ ഇനി ഇപ്പൊ സ്ഥലമില്ല. കാരണം ആ പ്രദേശത്തില് പ്രദേശം മുഴുവൻ ഇന്ന് യോർദാന്റെ കയ്യിലാണ്, അറബ് രാജ്യങ്ങളുടെ കയ്യിലാണ്. അതുകൊണ്ട് ദേവാലയം പണിയാനുള്ള ഒരു കുറച്ച് സ്ഥലം മാത്രം കഷ്ടിയിട്ട് അതിൽ ദേവാലയം പണിയും. അതുകൊണ്ട് പ്രാകാരത്തിനുള്ള സ്ഥലം കൂടെ കിട്ടിക്കൊള്ളുന്നില്ല. അപ്പൊ അങ്ങനെ കിട്ടാതെ വരുന്നതുകൊണ്ടാണ് ആലയത്തിന് പുറത്തുള്ള പ്രാകാരം അളക്കാതെ വിട്ടേക്കാം എന്ന് പറഞ്ഞത്. അത് ജാതികൾക്ക് കൊടുത്തിരിക്കുന്നു. അവർ വിശുദ്ധ നഗരത്തെ 42 മാസം ചവിട്ടും. 42 മാസം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, 3.5 കൊല്ലം ചവിട്ടും. അന്ന് ഞാൻ എൻ്റെ 2 സാക്ഷികൾക്ക് വരം നൽകി. ഇവിടെയാണ് ആ സാക്ഷികൾ പ്രത്യക്ഷപ്പെടുന്നത്. അന്ന്, അതായത് ഈ ദേവാലയം പണിയപ്പെടുന്ന നാൾ മുതൽ. എപ്പോഴാണ് ദേവാലയം പണിയപ്പെടുന്നത്? മഹാപീഡനത്തിന്റെ ആരംഭകാലം. അന്ന് മുതൽ ദൈവം സ്വർഗത്തിൽ നിന്നയച്ച 2 സാക്ഷികളും അവിടെ വരും. യെരുശലേമിൽ വരും. മോശയിലാവായിരിക്കാം, അവരവിടെ വരും. അന്ന് ഞാൻ എൻ്റെ 2 സാക്ഷികൾക്കും വരം നൽകും. അവർ രട്ടുടുത്തും കൊണ്ട് 1260 ദിവസം പ്രവചിക്കും. അവർ ഭൂമിയുടെ കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുന്ന 2 ഒലിവ് വൃക്ഷവും 2 നിലവിളക്കുമാകുന്നു. ഇത് സഖരിയാ പ്രവചനത്തിൽ എഴുതിയിട്ടുണ്ട്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, സമയം കളയണ്ട, അതുകൊണ്ടാണ്. അപ്പോൾ ആ 2 സാക്ഷികള് കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുന്ന 2 ഒലിവ് വൃക്ഷവും 2 നിലവിളക്കുമാകുന്നു. ആരെങ്കിലും അവർക്ക് ദോഷം ചെയ്യുവാൻ ഇച്ഛിച്ചാൽ അവരുടെ വായിൽ നിന്ന് തീ പുറപ്പെട്ട് അവരുടെ ശത്രുക്കളെ ദഹിപ്പിച്ചു കളയും. അവർക്ക് ദോഷം വരുത്തുവാൻ ഇച്ഛിക്കുന്നവൻ ഇങ്ങനെ മരിക്കേണ്ടി വരും. അപ്പൊ ഈ സാധാരണ അതിനെ കുറിച്ച് ആൾക്കാർ പറയുന്നത് എന്താണെന്ന് വെച്ചാല്, അവരുടെ വായിൽ നിന്ന് തീ പുറപ്പെട്ട് നശിപ്പിച്ചതും
തോന്നുമ്പോഴൊക്കെ ആകാശം മഴ പെയ്യാതെ വന്ന് അടച്ചു കളയാൻ അധികാരം ലഭിച്ചതും ഒക്കെ ഈ മോശയുടെയും ഏലിയാവിന്റെയും കാലത്താണ്. അതുകൊണ്ടാണ് ഇത് മോശ ഏലിയാവ് ആയിരിക്കും എന്ന് പറയുന്നൊക്കെ. അതെന്തുവാട്ടെ നമുക്ക് വിഷയമല്ല. ആരാണെങ്കിലും രണ്ട് പ്രവാചകന്മാര് വരും ഉണ്ട്, അത് ഉറപ്പ്. അവർക്ക് ദോഷം വരുത്തുവാൻ ഇച്ഛിക്കുന്നവൻ ഇങ്ങനെ മരിക്കേണ്ടി വരും. അവരുടെ പ്രവചന കാലത്ത് മഴ പെയ്യാതെ വണ്ണം ആകാശം അടച്ചു കളവാൻ അവർക്ക് അധികാരമുണ്ട്. വെള്ളത്തെ രക്തമാക്കുവാനും ഇച്ഛിക്കുമ്പോഴൊക്കെയും സകല ബാധയും കൊണ്ട് ഭൂമിയെ ദണ്ഡിപ്പിക്കാനും അധികാരമുണ്ട്. ഇതൊക്കെ ഇസ്രായേലിൽ മോശ ചെയ്തല്ലേ, നമുക്കറിയാമല്ലോ. അതുകൊണ്ടാണ് അന്ന് മോശയാണെന്ന് പറയുന്നത്. അവർ തങ്ങളുടെ സാക്ഷ്യം തികച്ച ശേഷം ആഴത്തിൽ നിന്ന് പറഞ്ഞാൽ അഗാധത്തിൽ നിന്നാണ്, ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം അവരോട് പടവെട്ടി അവരെ ജയിച്ചു കൊന്നുകളയും. ഈ രണ്ട് പ്രവാചകന്മാരെ കൊന്നുകളയും. അവിടെ എഴുതിയിരിക്കുകയാണ്. അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീയമായി സോദോം എന്നും മിസ്രയീം എന്നും പേരുള്ളതുമായ മഹാനഗരത്തിന്റെ വീതിയിൽ അവരുടെ ശവം കിടക്കും എന്ന് പറഞ്ഞാൽ യെരൂശലേം തെരുവീതിയിൽ അവരുടെ ശവം കിടക്കും. സകല വംശക്കാരും ഗോത്രക്കാരും ഭാഷക്കാരും ജാതിക്കാരും അവരുടെ ശവം 3.5 ദിവസം കാണും. അവരുടെ ശവം കല്ലറയിൽ വെപ്പാൻ സമ്മതിക്കുകയുമില്ല. ഇന്ന് അതങ്ങനെ കാണാൻ ഒരു തടസ്സമില്ലല്ലോ. നമുക്കറിയാം, ലോകത്തിൽ എന്ത് പറഞ്ഞാലും ലോകത്തിലെല്ലായിടത്തും അറിയാനായിട്ട് പറ്റും. അപ്പൊ ഈ രണ്ട് പ്രവാചകന്മാരെ ആഴത്തിൽ നിന്ന് കയറി വരുന്നതായിരിക്കുന്ന മൃഗം വെട്ടിക്കൊന്നു കളയും എന്ന് പറഞ്ഞാൽ ഈ മൃഗം സാത്താന്റെ പ്രതിനിധിയായിരിക്കുന്ന വ്യക്തിയാണ്. ആ വ്യക്തി കയറി വരികയും ഇവരെ വെട്ടിക്കൊന്നു കളയുകയും ചെയ്യും. ഇവരുടെ ശവം പോലും അടക്കാൻ സമ്മതിക്കില്ല. സമ്മതിക്കാത്തവരാരാ? സകല വംശക്കാരും ഗോത്രക്കാരും ഭാഷക്കാരും ജാതിക്കാരും അവരുടെ ശവം 3.5 ദിവസം കാണും. അവരുടെ ശവം കല്ലറയിൽ വെപ്പാൻ സമ്മതിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അവിടുത്തെ ജനങ്ങളെ സമ്മതിക്കാത്ത. ഇത് വായിക്കുമ്പോ സാധാരണക്കാർക്ക് തോന്നും അത് ഈ പറയുന്ന മൃഗം സമ്മതിക്കില്ല. മൃഗമൊന്നും അല്ല സമ്മതിക്കാത്ത, അവിടുത്തെ ജനങ്ങൾക്ക് ഭയങ്കര കലിപ്പ ഇവരോട്. ഈ രണ്ട് പ്രവാചകന്മാരോട് ഭയങ്കര കലിപ്പ. എന്താ കലിപ്പിന്റെ കാരണം അറിയാവോ? ഞാൻ അതും കൂടി വായിച്ചിട്ട് ഞാൻ പറയാം. നോക്കിക്കേ, ഈ പ്രവാചകൻ ഈ കല്ലറയിൽ വെപ്പാൻ സമ്മതിക്കുകയുമില്ല. ഈ പ്രവാചകന്മാർ ഇരുവരും ഭൂമിയിൽ വസിക്കുന്നവരെ ദണ്ഡിപ്പിച്ചത് കൊണ്ട് ഭൂവാസികൾ അവർ നിമിത്തം സന്തോഷിച്ച് ആനന്ദിക്കുകയും അന്യോന്യം സമ്മാനം കൊടുത്തയക്കുകയും ചെയ്യും. 3.5 ദിവസം കഴിഞ്ഞ ശേഷം ദൈവത്തിങ്കിൽ നിന്ന് ജീവശ്വാസം അവരിൽ വന്ന് അവർ കാലൂന്നി നിന്ന് അവരെ കണ്ടവർ പരവശരായി തീർന്നു. ഇവിടെ കയറി വരുവിൻ എന്ന് സ്വർഗത്തിൽ നിന്നൊരു മഹാശബ്ദം പറയുന്നത് കേട്ടു. അവർ മേഘത്തിൽ സ്വർഗത്തിലേക്ക് കയറി അവരുടെ ശത്രുക്കൾ അവരെ നോക്കിക്കൊണ്ടിരുന്നു. ആ നാഴികയിൽ വലിയൊരു ഭൂകമ്പമുണ്ടായി. നഗരത്തിൽ 10 ഇടിഞ്ഞു വീണു. ഭൂകമ്പത്തിൽ 7000 പേർ മരിച്ചുപോയി. ശേഷിച്ചവർ ഭയപരവശരായി സ്വർഗത്തിലെ ദൈവത്തിന് മഹത്വം കൊടുത്തു. അപ്പൊ ഇവിടെ നമ്മൾ വായിക്കുന്നത് എന്തുകൊണ്ടാണ് ഇവരുടെ ശവം അടക്കാൻ സമ്മതിക്കാത്ത ജനം എന്ന് ചോദിച്ചാല് ഇവരെന്താണ് അവിടെ വിളിച്ചു പറയുന്ന സന്ദേശം എന്നുള്ളത് അതിൽ നിന്ന് തന്നെ ഏകദേശം നമുക്കൊരു ധാരണയിൽ എത്താനായിട്ട് പറ്റും. എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് ഇതൊക്കെയാണ് നമ്മൾ ആദ്യ യേശയ്യാ പ്രവചനം 34-ാം അധ്യായത്തിലും ഞാൻ വായിച്ച് കേൾപ്പിച്ചതിലൊക്കെ പറയുന്നത് വെച്ചാൽ നിങ്ങൾ പാതാളത്തോട് ഉടമ്പടി ചെയ്തിരിക്കുന്നു, നിങ്ങൾ മരണത്തോട് സഖ്യത ചെയ്തിരിക്കുന്നു, നിങ്ങൾ ആശ്രയിച്ചിരിക്കുന്നത് നിങ്ങളെ വഞ്ചിക്കും, നിങ്ങൾ ചതിയിൽപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ ആശ്രയിച്ച ആ വ്യക്തി നിങ്ങളുടെ മൈശിക അല്ല. അപ്പൊ അതാണ് ഇവർ പറയുന്നത്. അതാണ് ഈ രണ്ട് പ്രവാചകന്മാർ പറയുന്നത്. അത് എങ്ങനെ യഹൂദന്മാർക്ക് സഹിക്കാൻ പറ്റും? യഹൂദന്മാർ ഇത് കേൾക്കും. കാരണം അവരാ ആഗ്രഹിച്ചിരിക്കുന്ന ഇത്രയും കാലമായി ദേവാലയമില്ല, ഇതാ ഇപ്പൊ ഒരു ദേവാലയത്തിന് വഴി തുറന്നു. ഇത്രയും കാലം യുദ്ധമായിരുന്നു, സമാധാനമില്ലായിരുന്നു. ഇപ്പൊ ഇതാ സമാധാനം വന്നെത്തിയിരിക്കുന്നു. ഇതാ ഞങ്ങൾക്ക് സ്വസ്ഥത വന്നിരിക്കുന്നു. ഞങ്ങൾ സമാധാനം സ്വസ്ഥതയും അനുഭവിച്ച് ദേവാലയം പണിക്കുന്നു. ഉത്സാഹത്തോടെ ദേവാലയം പണിയുന്നു. പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു, നടന്നുകൊണ്ടിരിക്കുന്നു. യാഗാർപ്പണം തുടങ്ങിയിരിക്കുന്നു, ദേവാലയ കർമ്മങ്ങൾ തുടങ്ങിയിരിക്കുന്നു. ഇതിനൊക്കെ കാരണമായി ഞങ്ങൾക്ക് ഇതിന് സഹായനായി നിന്നായിരിക്കുന്ന വ്യക്തി ഈ പറയുന്നതായിരിക്കുന്ന മശിഹായാണ്. അവര് ആശ്രയിച്ച മശിഹ, കള്ള മശിഹ, ആ മശിഹായാണ്. എന്നാൽ ഇതാ ഈ രണ്ട് പ്രവാചകന്മാര് നേരെ എതിര് പറയുന്നു. നിങ്ങൾ ചതിക്കപ്പെട്ടിരിക്കുകയാണ്, നിങ്ങൾ വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ്, നിങ്ങൾ പാതാളത്തോട് ഉടമ്പടി ചെയ്തിരിക്കുകയാണ്, മരണത്തോട് സഖ്യത ചെയ്തിരിക്കുകയാണ്, നിങ്ങൾ ചതിക്കപ്പെട്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ പിന്നെ ഇവർക്ക് സഹിക്കുമോ? അപ്പൊ ഇവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ രണ്ട് പ്രവാചകന്മാരെ കൊന്ന് കഴിയുമ്പോൾ പിന്നെ അവര് തന്നെ കൊന്നിലും. ചിലപ്പോ ആഘാതത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം കൊന്നു കളഞ്ഞു എന്നൊക്കെ പറയുന്ന ഒരു ആലങ്കാരിക വാക്കായിരിക്കാം. ഈ യഹൂദന്മാരെ തന്നെ കൊല്ലുക. കാരണം എന്താണെന്ന് വെച്ചാല് ഈ പ്രവാചകന്മാരെ കൊന്നിട്ടുള്ളവർ ആരാ? ഇവര് തന്നെ യഹൂദന്മാരെ കൊന്നിട്ടുള്ളൂ. ക്രിസ്തുവിനെ കൊന്നത് ആരാ? യഹൂദന്മാരെ കൊന്നത്.
ഒരു പ്രവാചകനെ യെരൂശലേമിന് പുറത്ത് വെച്ച് നശിച്ചു പോകുന്നത് അസംഭവ്യം അത്രയെന്ന കർത്താവ് പറഞ്ഞത്. കാരണം എന്താ വെച്ചാൽ ഏകൂതന്മാരെ തന്നെ കൊല്ലണം, പ്രവാചകന്മാരെ. അപ്പൊ ഈ പറയുന്ന രണ്ട് സാക്ഷികളെ കൊല്ലുന്നത് മഗാധത്തിൽ നിന്ന് കയറി വന്ന മൃഗം കൊന്നു കളഞ്ഞു എന്നൊക്കെ എഴുതിയിരിക്കുന്ന ഒരു ആലങ്കാരികമായിട്ടായിരിക്കും. കൊല്ലുന്നത് നേതൃത്വം കൊടുക്കുന്ന ഈ യഹൂദന്മാരെ തന്നെയാണ്. എന്നിട്ട് ശവമടക്കം സമ്മതിക്കില്ല. കാരണം ഇവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ഇവർ പറയുന്നതേ, ഇവര് ആശ്രയിച്ചിരിക്കുന്ന കള്ളത്തരമാണെന്നാ പറയുന്നത്. അങ്ങനെ ഈ ശവം ഇങ്ങനെ കിടക്കും. അപ്പൊ ഇത് കാണുമ്പോ ഇവർ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇവർ അന്യോന്യം കെട്ടിപ്പിടിക്കും, സമ്മാനങ്ങൾ കൊടുത്തയക്കും, ആശംസകൾ കൈമാറും. കാരണം ഇവരുടെ വലിയൊരു രണ്ട് ശത്രുക്കളെ കൊന്നിരിക്കുന്നത്, ഇസ്രായേലിന്റെ വലിയ രണ്ട് ശത്രുക്കളെ കൊന്നു പിടിച്ചു കഴിഞ്ഞപ്പോ ഇവർക്ക് സംതൃപ്തിയായി, സന്തോഷമായി. 3 ദിവസം ആ ശവം തെരുവിൽ കിടക്കും. 3-ാം ദിവസം ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വരികയും ഇവർക്ക് ജീവൻ വെക്കുകയും ഈ ശത്രുക്കൾ കാണുക ഇവർ ജീവൻ പ്രാപിച്ച സ്വർഗത്തിലേക്ക് കരേറി പോവുകയും ചെയ്യും. അപ്പോൾ ഈ രണ്ട് സാക്ഷികൾ എന്താണ് അന്ന് പ്രവചിക്കുന്നതെന്ന് ചോദിച്ചാൽ, ന്യായമായിട്ടും പഴയ നിയമത്തിലെ ചില വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, നിങ്ങൾ മരണത്തെ ആശ്രയിച്ചിരിക്കുന്നു, ചതിക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ ആശ്രയം വെച്ചിരിക്കുന്നവൻ മശിഹ എന്നാണ് ഇവർ പ്രസംഗിക്കുന്നത്. അതാണ് ഇവർക്ക് സന്തോഷത്തിന് കാരണം, അവരെ കൊന്നു കളഞ്ഞപ്പോൾ സന്തോഷത്തിന് കാരണം എന്ന് നമുക്ക് ന്യായമായിട്ട് അനുമാനിക്കാൻ. പ്രിയ സഹോദരി സഹോദരന്മാരെ, 47 മിനിറ്റായി. ഞാൻ ഇതിവിടെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇതിവിടെ അവസാനിപ്പിക്കട്ടെ. ഞങ്ങൾ ഇതോടുകൂടെ തന്നെ ഒന്ന് ചേർന്ന് തന്നെ ഞങ്ങൾ ഇതിന്റെ അടുത്ത ബാക്കി മഹാപീഡന കാല രക്ഷ എന്നുള്ള വിഷയം ഞങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് ഇടുന്നതാണ്. അപ്പോൾ അതും കൂടെ തുടർച്ചയായി കേൾക്കണമേ, എന്നാലും നിങ്ങൾക്ക് ഇത് മനസ്സിലാകുകയുള്ളൂ. അതിനെ ദൈവം നിങ്ങളെ എവരെയും സഹായിക്കട്ടെ. അധികം ദൈർഘ്യമാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങളോട് ദേഷ്യമാവില്ലേ? അതുകൊണ്ടാട്ടോ. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഇതിന് ഇപ്പോൾ ഏകദേശം 3 ചോദ്യമേ കഴിഞ്ഞുള്ളൂ. ഇനി 7 ചോദ്യങ്ങൾക്ക് കൂടെ ഉത്തരം പറയാനുണ്ട്. സാറ് ചോദ്യങ്ങളെല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതിന്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിലുണ്ടാകും. ഇതിന്റെ തുടർച്ചയായി തന്നെ ഇടുന്നതാണ്. എല്ലാവരെയും സഹായിക്കും. വീണ്ടും കാണാൻ. ഓക്കെ സാർ.